ഹലോ ചങ്കിലെ കൂട്ടുകാരെ, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാം? നമ്മുടെ ഉണക്ക മാന്തൾ മീനുണ്ടല്ലോ, ഉണക്ക മാന്തൾ, പാലക്കാട് മാന്തൾ എന്നാണ് പറയുക കേട്ടോ, നങ്കി എന്നൊക്കെ പറയും. അപ്പോൾ ഉണക്ക മീനിനെ ഞാൻ വെണ്ടയ്ക്കയും വഴുതിരിങ്ങയും നമ്മുടെ വാഴക്കായില്ലേ അതും ഇട്ടിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ ഞാനിതിൽ എന്തൊക്കെ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ എന്ത് ചെയ്തറിയാം, എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് കടുകിട്ടു, അത് പൊട്ടിയ ശേഷം ഉലുവിട്ട ശേഷം അതൊന്ന് വഴറ്റിയ ശേഷം നമ്മുടെ ഉള്ളി പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് വെളുത്തുള്ളി അതിട്ടിട്ട് ഒന്ന് വഴറ്റി വന്ന ശേഷം അതിൽ വെണ്ടയ്ക്ക് ആഡ് ചെയ്തു. അതിന് ശേഷം തക്കാളി കട്ട് ചെയ്തു. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഒരു സെക്കൻഡ്, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കൂട്ടുകാരെ, അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കഴുകി വെച്ച നമ്മുടെ വാഴക്കായും വഴുതിരിങ്ങയും ആഡ് ചെയ്യാൻ പോകണേ. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികളാണ് കേട്ടോ. വാഴക്കായും വഴുതിരിങ്ങയും ആഡ് ചെയ്തേനെ. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എനിക്ക് കേട്ടോ, ഒരു സെക്കൻഡ്. ഇത് എനിക്ക് ഫോൺ പിടിച്ചിട്ട് ഇളക്കാൻ ഭയങ്കര പാടാണ്. അതൊന്ന് ഇളക്കി കൊടുക്കണം. കൂട്ടുകാരെ, ഇത് നന്നായി ഇളകി വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഇതായിട്ടുണ്ട്. വെണ്ടയ്ക്ക് ആ വെള്ളമൊക്കെ പോയേ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം അറിയാം, ഇതിലോട്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്യേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയില്ല, അതിൻ്റെ കണക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം അറിയാമല്ലോ, നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല. മല്ലിപ്പൊടി പിന്നെ ഈ ഉലുവ കൂടിയിട്ടൊന്ന് ഇളകി വരുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയില്ല. ഞാനിവിടെ ഒരു 100 ടീസ്പൂൺ ഇട്ടേക്കുന്നു. കാരണം ഈ എന്താ പറയുക, മീൻ കറിക്ക് എരിവും പുളിയും നല്ലോണം മസ്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു മണം പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനൊന്ന് ഇളക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഒരാൾ പിടിക്കാതെ ഇളക്കാൻ പറ്റില്ല, ഞാൻ ഇളക്കട്ടെ. കൂട്ടുകാരായിട്ട് അപ്പം നന്നായിട്ടൊന്ന് ഇളകി വന്നിട്ടുണ്ട്. നന്നായിട്ട് മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. വാളംപുളിയാണ് ഒഴിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. ഇതെനിക്ക് ഒരു കൈ കൊണ്ട് തന്നെ ഫുള്ള് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ്, ഇങ്ങനെ ഇളക്കിയിട്ടോ. ഓക്കെ, എന്നിട്ടൊന്ന് തിളക്കട്ടെ. മഞ്ഞൾപ്പൊടി ഇടാൻ പോകാൻ കേട്ടോ ആവശ്യത്തിന്. അപ്പോൾ കൂട്ടുകാരെ, ഞാനതിൽ നന്നായിട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച ശേഷം നമുക്ക് തേങ്ങ ഒഴിക്കാം. ഓക്കെ, ഇതൊന്ന് ഫുള്ളൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ പാലക്കാട്ടിലല്ല, എൻ്റെ വീട്ടിൽ ചിലപ്പോൾ പലരും പല വെറൈറ്റിയിലായിരിക്കും കറി ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഉണക്ക മീൻ കറി, വെണ്ടയ്ക്ക വിത്ത് ഉരുളക്കിഴങ്ങ് മാത്രമേ ഇല്ലാത്തുള്ളൂ, വഴുതിരിങ്ങയുണ്ട്, വാഴക്കായുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറയണമെങ്കിൽ വെണ്ടയ്ക്ക മീനും കൂടിയിട്ട് കറി വെച്ചു എന്ന് പറയാറ്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വാഴക്കായ് ഒക്കെ ഉണ്ടപ്പോൾ അതും, അതേപോലെ തന്നെ എന്താ പറയുക, വാഴയ്ക്കയും വഴുതിരിങ്ങയും ഇട്ടുന്നുള്ളൂ. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് തേങ്ങ അരപ്പൊഴിക്കണം. തേങ്ങയിൽ ഞാനൊന്നും ഇല്ല കേട്ടോ, വെറും തേങ്ങ മാത്രമായിട്ട് അരച്ചിരിക്കുന്നു. ഞാൻ കുറച്ച് അധികം വെച്ചു, കാരണം എന്താ പറയുക, നാളേക്കും നമുക്ക് ഉപയോഗിക്കാം. ഇതൊന്ന് പഴകി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാളേക്കും ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളയ്ക്കണം. ബാക്കി എല്ലാ സംഭവങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി തിളച്ച ശേഷം നമുക്ക് മീൻ ആഡ് ചെയ്യാം. മീനിനൊന്ന് കഴുകാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഉണക്കമാന്തൾ മീനാട്ടോ. ഉണക്ക മീൻ എന്ന് പറഞ്ഞാൽ മത്തിയാണ് ഇതിൽ ഫേവറേറ്റ്. മത്തിയാണ് ഉണക്ക മീനിന്. മത്തി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഞാൻ ഇവിടെ മാന്തൾ ഉണ്ടായിരുന്നു, അപ്പോൾ അത് തന്നെ മാന്തൾ ഇട്ടാണ്. അപ്പോൾ ഒന്നുകൂടി ഓടിച്ചിട്ട് ഞാൻ എല്ലാവരോടും വേഗം പറയാം. ഇതിൽ വേറെ ഒന്നല്ല, ഇട്ട സാധനങ്ങൾ ആദ്യം ഞാൻ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയ ശേഷം ഉലുവയിട്ട ശേഷം ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് അതിലിട്ട് ആഡ് ചെയ്ത് വഴറ്റിയ ശേഷം അതിൽ കൂടെ വെണ്ടയ്ക്ക് ഇട്ടു. അതിൻ്റെ വഴുവഴുപ്പ് പോകാൻ വേണ്ടി ഇളക്കിയ ശേഷം ഉരുളക്കിഴങ്ങ് തന്നെ വരുന്നുള്ളൂ സാധനം. വഴുതിരിങ്ങയും പിന്നെ എന്താ പറയുക, വാഴക്കായും കൂടിയിട്ട് അതിൽ കൂടെ ഇട്ട് ഇളക്കി. അതിൽ കൂടെ മല്ലിപ്പൊടി മുളക് പൊടി ആഡ് ചെയ്തു ആവശ്യത്തിന്. എന്നിട്ട് അതിൽ ഇളക്കിയ ശേഷം പച്ചമണം പോയ ശേഷം പുളി ഒഴിച്ച ശേഷം എന്ത് ചെയ്തു, കുറച്ച് നേരം തിളയ്ക്കാനിട വരുത്തുന്നത്. ഇനി തിളച്ച ശേഷം മീനിട്ടൊന്ന് തിളച്ച ശേഷം തേങ്ങ അരച്ചൊഴിക്കും. ഓക്കെ, അതൊന്ന് തിളച്ച ശേഷം എടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മീനിൻ്റെ പുളിവെള്ളമില്ലേ അതെല്ലാം കൂടിയിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് നന്നായി തിളച്ച് ആ വാഴക്കായ ഉണ്ടല്ലോ, വാഴക്കായും വഴുതിരിങ്ങയും ഒന്ന് വെന്ത ശേഷം നമുക്ക് മീൻ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഉണക്ക മാന്തൾ മീൻ കറിയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഓക്കെ, നന്നായി തിളച്ച് മറിയുന്നുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കട്ടെ ഒരു സെക്കൻഡ്.
ചേർത്തിട്ടാണ് വെച്ചേക്കുന്നത്. ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നാളേക്ക് നല്ല ഉപ്പെല്ലാം പിടിച്ച് പുളിയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കറി. ഓക്കെ, ചങ്കളെ നമ്മുടെ മീനിൻ്റെ കറി പുളിവെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. റസൂലിൻ്റെ സ്പെഷ്യൽ മാന്തൾ വിത്ത് വെണ്ടയ്ക്ക പുളിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും പാലക്കാട്ടിൽ എന്താ കറി എന്തൊക്കെ കൂട്ടാന്ന് വെച്ചാൽ വെണ്ടയ്ക്ക് മീനും മതി, അങ്ങനെ പറയുള്ളൂ. വെണ്ടയ്ക്ക് മീനും കറി വെച്ച് വരും. അപ്പോൾ ഉണക്ക മാന്തള വയ്ക്കും, മത്തിയാണെങ്കിൽ മത്തിയാ വയ്ക്കും. അങ്ങനെയാണ് കേട്ടോ അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ മീൻ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഉണക്ക മാന്തള നന്നായി കഴുകിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അയ്യോ അവിടെ എന്തോ കൊച്ചുകുട്ടികൾ എന്തോ തള്ളിയിട്ട് ഞാൻ ഉണക്ക മാന്തള ആഡ് ചെയ്തിട്ടുണ്ടാകും. ഇനി ഒന്ന് ഇളക്കട്ടെ ഒരു സെക്കൻഡ് മക്കളെ. അപ്പോൾ നമ്മുടെ മീൻ കറി എന്താവും അത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഒന്ന് ഇളക്കിയിട്ട് ഇനി നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് നമുക്ക് അരിപ്പൊഴിക്കാവുന്നതാണ്. ഓക്കെ, ഇത് ഞാൻ 2 ദിവസത്തിനുള്ളത് ചേർത്ത് വെച്ചേക്കട്ടോ. ഈ മീൻകറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര പഴകുന്നോ അത്രയും ടേസ്റ്റ് കൂടി വരുന്നുണ്ടാവും. അത് ഞാൻ സ്വയം പറയല്ല, എല്ലാവരും പറയുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അറിയാമല്ലോ, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കിയാൽ തന്നെ അറിയാതെ. ഇപ്പം നാടൻ മീൻകറി ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണക്കമീൻ ഇപ്പം തന്നെ മണം വന്നിട്ടാണ്. ഓക്കെ ചങ്കളെ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ബെല്ലൊക്കെ അടിക്കണം കേട്ടോ. എന്ന് വിചാരിക്കും നിങ്ങൾ ഇതൊക്കെ ഞങ്ങൾ എത്ര കണ്ടിട്ടുണ്ടല്ലോ. എന്നാലും എനിക്ക് എന്തുണ്ടാക്കിയിട്ട് വീഡിയോസ് ഇടുമ്പോൾ ഒരു ഹാപ്പിനെസ് അതുകൊണ്ടിട്ടാണ്. ഓക്കെ, ചങ്കിലെ കൂട്ടുകാരെ, അപ്പം നമ്മുടെ ഉണക്കമീനിൽ ആഡ് ചെയ്ത വെണ്ടയ്ക്ക, വഴുതിരിങ്ങ, വാഴക്കായ് ഇതെല്ലാം അതേപോലെ തന്നെ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തിളച്ച് നല്ല വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ, വേറെ ഒന്നുമല്ല, തേങ്ങ മാത്രമായിട്ടുള്ളൂ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആഡ് ചെയ്യാൻ അരച്ച് വെച്ച തേങ്ങ. ഓക്കെ, റസൂലിൻ്റെ കറി ഇങ്ങനെയാണ് കേട്ടോ. ഓരോരുത്തരും പല വെറൈറ്റി ആയിട്ട് വെക്കായിരിക്കും, പക്ഷേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന കറി കേട്ടോ. ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഉണക്ക മാന്തളും വെണ്ടയ്ക്കയും വഴുതിരിങ്ങയും വാഴക്കായും കൂടിയിട്ടുള്ള ഒരു കറി റസൂലിൻ്റേതാണ് കേട്ടോ. ഈ കറി 2 ദിവസമല്ല 3 ദിവസം വേണമെങ്കിൽ കേടുവരാതിരിക്കും. നല്ല ടേസ്റ്റാണ്. പഴക ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഒന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്, തേങ്ങയൊക്കെ അരപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ നല്ലതായിട്ട് തിളക്കട്ടെ കേട്ടോ. ഓക്കെ, പാലക്കാട്ടിൽ എല്ലാവരും വെറൈറ്റി കറി ഉണ്ടാക്കും, പക്ഷേ ഇത് എൻ്റെ സ്പെഷ്യലായിട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, നിങ്ങളെങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് കമൻറ്റ് പറയാൻ കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്നത് ഉണക്കമീനിൻ്റെ കറിയാണ്. ഇത് ഭയങ്കര മണം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് തിളച്ച് ആ പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ മീൻ ഏകദേശം മീൻകറി ആയിട്ടുണ്ട്. ഇനി ഇറക്കാം. നമ്മൾ തേങ്ങ അരച്ച് വെച്ചപ്പോൾ ഒരു ഭയങ്കര എന്തുണ്ടാവും കേട്ടോ. തേങ്ങ അരക്കാതെ മുളക് ഒഴിച്ചായിട്ട് വയ്ക്കാം. എന്നാൽ ഞാൻ തേങ്ങ അരച്ചിട്ട് വെച്ചത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ചോറ് കഴിക്കുമ്പോൾ കുറച്ച് നേരം വൈകിയേ. നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, തിളച്ച് അതിൽ ലയിച്ചു ചങ്കളെ. എൻ്റെ മീൻകറി ആയിട്ടോ. അപ്പം ഞാനെന്ത് ഇതറിയോ, ഇത് ഇവിടെ ഗ്യാസ് അടുപ്പ് ചൂടാക്കിയിട്ടില്ല. ഞാൻ ഈ ചട്ടി ഉണ്ടല്ലോ, ഈ മൺചട്ടിയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നാളേക്ക് എടുക്കണമല്ലോ. അപ്പോൾ മൺചട്ടിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി ചൂടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് ഞാനത് മൺചട്ടിയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ചങ്കളെ ഞാൻ ലാസ്റ്റ് മൺചട്ടിയിലോട്ടാക്കി. മീൻകറി ആയിട്ടോ. ഓക്കെ, നല്ല ഉണക്ക മാന്തൽ മീൻകറി ഞാൻ മൺചട്ടിയിലാക്കിട്ടോ. എല്ലാവരും അപ്പോൾ മക്കളെ, ഞാൻ കഴിക്കാൻ പോവാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ വെണ്ടയ്ക്കയും ഉണക്ക മാന്തൽ മീനും കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രസ് കഴിക്കാൻ പോകണം കേട്ടോ. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വാഴയ്ക്ക, അതേപോലെ തന്നെ വഴുതിരിങ്ങ, വെണ്ടയ്ക്ക, ഉണക്ക മാന്തൽ കറി എല്ലാവരും കഴിക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.